ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനമായ ദിവസം എല്ലാവരും ദൈവം നമ്മൾ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി മാർക്കോസ് 9:3 ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാത്ത വണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിൽ കൂടി ഞങ്ങൾ സംസാരിക്കുമാറാകണമേ, ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങേണ്ടതാണ്, ഇന്നൻ്റേതാണല്ലോ. കർത്താവേ, വചനത്തിൻ്റെ പൊരുളുകളെ നിങ്ങൾ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഇടപെടണം, യേശുനാമത്തിൽ തന്നെ, ആമേൻ. അവരുടെ തിരുവചനം നമ്മൾ കണ്ടിന്യൂ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. സ്തോത്രം. ഇതും കാണാൻ കഴിയുന്നുണ്ട്. യേശു പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം ശിഷ്യന്മാരുമായിട്ട് വീണ്ടും ഹല്ലേലൂയ മലമുകളിൽ കയറി പ്രാർത്ഥിക്കാൻ പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പ്രാർത്ഥിച്ചതിന് കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ കർത്താവിൻ്റെ വചനത്തിൽ കാണുന്നു, അവരുടെ വസ്ത്രം ഹല്ലേലൂയ ഒരു അലക്കുകാരന്, ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വേണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തീർന്നു. കർത്താവായ യേശു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഹല്ലേലൂയ ശിഷ്യന്മാരോട് ഒപ്പമായിരിക്കുമ്പോൾ അവൻ്റെ വസ്ത്രം അത്യന്തം തിളങ്ങിയായിരുന്നു. കാരണം ഈ ലോകത്തിലെ ഈ ഒരു ഭാഷയും ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അത്യന്തം വെളുപ്പായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ഈ ദിവസം നാം പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ വസ്ത്രം ഇതുപോലെ തിളങ്ങുവാൻ ഇടയായിത്തീരും. സ്തോത്രം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഈ ഹോരേബിൽ നിന്ന് ഹല്ലേലൂയ മോശ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് അവനെ മുഖത്തിലേക്ക് നോക്കാൻ ഭയമായി തീർന്നു. അവൻ്റെ ത്വക്ക് പ്രകാശിച്ചതായി കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഇതൊക്കെയും സംഭവിക്കും. പ്രിയ മക്കളെ, നമ്മുടെ മുഖം ത്വക്ക് പ്രകാശിക്കുക മാത്രമല്ല, സ്തോത്രം, നമ്മുടെ വസ്ത്രം തിളങ്ങുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധിയെല്ലാം മാറ്റി നാം പ്രാർത്ഥനയിലിരിക്കുമ്പോൾ, ദൈവത്തോട് നാം അടുത്ത് ചെല്ലുമ്പോൾ, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നാം ദൈവത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓരോ ദിവസവും നാം ദൈവത്തോട് അടുത്ത് വരികയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മളുള്ള നെഗറ്റീവ് എനർജീസൊക്കെ മാറ്റി ഹല്ലേലൂയ പിശാചിൻ്റെതായ തന്ത്രങ്ങൾ കെട്ടുകളൊക്കെ അഴിഞ്ഞു പോകാനിടയായി തീരും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പല അത്ഭുതങ്ങൾ നടക്കുന്നതായി കാണാം. അവിടെ കാണാം, മോശയും ഹല്ലേലൂയ പിതാക്കന്മാർ ഹല്ലേലൂയ ഇറങ്ങി വന്ന് ആ കൂടാരത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് യേശു പ്രാർത്ഥിച്ചപ്പോൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പെട്ടെന്ന് ഹല്ലേലൂയ പത്രോസ് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നമുക്കൊരു കൂടാരം അടിച്ച് നമുക്ക് ഇവിടെ താമസിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഹല്ലേലൂയ ഇതെല്ലാം ഹല്ലേലൂയ ശിഷ്യന്മാർ പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ അവൻ്റെ വസ്ത്രം തിളങ്ങുന്നതും കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്ന ഹല്ലേലൂയ പിതാക്കന്മാരെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഒരു മേഘം വന്ന് മൂടി ഹല്ലേലൂയ പെട്ടെന്ന് ഹല്ലേലൂയ എലീശയും ഹല്ലേലൂയ മോശയൊക്കെ കാണാതെ ഹല്ലേലൂയ മറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വചനം പഠിക്കുമ്പോൾ താഴോട്ടുള്ള വാക്കുകളാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. എന്നാൽ ഞാൻ ഇതിപ്പോൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ അടുത്തിരിക്കുമ്പോൾ, ദൈവത്തോട് അടുക്കുമ്പോൾ, ദൈവസന്നിധി നാം പ്രാർത്ഥനകൾ കഴിക്കുമ്പോൾ, ദൈവസന്നിധി നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ മുഖഭാവം മാറിയതായിട്ട് കാണുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ മുഖഭാവം മാറുന്നുണ്ട്. ഹല്ലേലൂയ ത്വക്ക് പ്രകാശിക്കുന്നുണ്ട്, വസ്ത്രം തിളങ്ങുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്കും ഹല്ലേലൂയ ദൈവം പ്രാർത്ഥിച്ചതുപോലെ ദൈവം ഹല്ലേലൂയ തനിയെ പലയിടങ്ങളിലായിട്ട് തനിച്ച് പ്രാർത്ഥിക്കുന്നതായി കാണുന്നുണ്ട്. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നാം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ത്വക്ക് പ്രകാശിപ്പാനിടയായിത്തീരും, നമ്മളെ മുഖഭാവം മാറുവാനിടയായിത്തീരും. ഹല്ലേലൂയ നമ്മുടെ സ്ഥിതിക്കും ഗതിക്കും മാറ്റം വരുവാനിടയായിത്തീരും. മാത്രമല്ല, നമ്മുടെ ഹല്ലേലൂയ ഈ ലോകത്തിൽ ഒരു അലക്കുകാരും വെളുപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ വസ്ത്രം തിളങ്ങുവാനിടയായിത്തീരും. ഈ നാളുകളിൽ നമ്മുടെ വസ്ത്രത്തെ നമുക്ക് വിശുദ്ധിയോടെ നിർമ്മലതയോടെ സൂക്ഷിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടാം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ദൈവത്തോട് കൂടെ നമുക്ക് വാസിക്കാം. അതിനായി ദൈവം നമ്മളെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു.